കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 19, തിരുവചനങ്ങൾ 13 മുതൽ 15 വരെ. അക്കാലത്ത് യേശു കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ചിലർ ശിശുക്കളെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ ശകാരിച്ചു. എന്നാൽ അവൻ പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. അവൻ അവരുടെ മേൽ കൈകൾ വെച്ച ശേഷം അവിടെ നിന്നും പോയി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയുടെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മുടെ ചെറുപ്പകാലം തൊട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു തിരുവചനമാണ് നമ്മളിത് കേട്ടത്. ശിശുക്കളെ പോലെ ആകാൻ തമ്പുരാൻ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് ശാരീരികമായിട്ടുള്ളൊരു വളർച്ചയ്ക്ക് അപ്പുറത്ത് ശിശുക്കളുടെ ആ ഒരു സ്വഭാവം, ആ ഒരു ഇത് ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണമെന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും ഓർക്കണം. കാരണം പലപ്പോഴും ശിശുക്കളെ നമ്മൾ കാണുമ്പോൾ അവർ ദുർബലരും നിഷ്കളങ്കരും അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഒരു പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഒരു സുവിശേഷം രചിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ശിശുക്കളെ എപ്പോഴും സ്ത്രീകളെ പോലെ തന്നെ അവർ ഒരു തരം താഴ്ത്തിയായിരുന്നു കണ്ടിരുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ അവർ ശക്തരാകൂ എന്നുള്ള തിരിച്ചറിവിലായിരുന്നു ഓരോ കാലഘട്ടത്തിൽ ഓരോ ആൾക്കാരും. അതുകൊണ്ട് തന്നെ ശിശുക്കളെ ഈ പറഞ്ഞതുപോലെ ഒരു മുൻനിരയിലേക്ക് കൊണ്ടുവരുവാനോ അല്ലെങ്കിൽ അവരെ കുറച്ചുകൂടി ശ്രദ്ധിക്കാനോ ഒന്നും ആരും ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം ഈ കാലഘട്ടങ്ങളിൽ പലപ്പോഴും പാരൻറ്റിങ്ങിൻ്റെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞു വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു രൂപീകരണം കൊടുക്കുമ്പോഴും ഇന്ന് അത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ അവർ ഈ പറഞ്ഞതുപോലെ ശിശുക്കളെ പലപ്പോഴും മാറ്റി നിർത്തുന്ന ഒരു സമയത്താണ് ഈശോ ശിശുക്കളെ തൻ്റെ സന്നിധിയിലേക്കല്ലെങ്കിൽ തൻ്റെ അരികിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ ഗുരുക്കന്മാരും അല്ലെങ്കിൽ അവരുടെ അധ്യാപകരും അല്ലെങ്കിൽ റഭായിമാരുടെ അടുത്തേക്ക് ശിശുക്കളെ ഒരിക്കലെങ്കിലും കൊണ്ടുപോയി ചെന്ന് അവരൊരു അനുഗ്രഹം സ്വീകരിക്കുക എന്നുള്ളൊരു പതിവ് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അത് പലപ്പോഴും ഈ പറഞ്ഞതുപോലെ വിശ്വാസത്തിൽ കുറച്ചുകൂടി അടിയുറച്ച് വളർന്നു വരുവാൻ അല്ലെങ്കിൽ ഈ റഭായിമാർക്ക് ഉണ്ടായിരുന്ന വിശ്വാസം ഈ കുട്ടികൾക്ക് കിട്ടുമെന്നുള്ളൊരു ധാരണയിലായിരുന്നു ഒരു അനുഗ്രഹം വാങ്ങാൻ വേണ്ടി ശിശുക്കളെ ഈ പറഞ്ഞതുപോലെ റഭായിമാരുടെ അടുത്തേക്ക് കൊണ്ടുപോവുക. പക്ഷേ ഈശോയുടെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈശോ സ്വാഗതം ചെയ്തത് കുറച്ചുകൂടി അവരെ അനുരൂപരാക്കിയിട്ട് ബാക്കിയുള്ളൊരു വിശ്വാസ ചൈതന്യത്തിൽ ജീവിച്ച് മുന്നേറാനാണ്. കാരണം നമുക്കറിയാം പലപ്പോഴും നമ്മൾ വിശ്വാസത്തിൽ ജീവിച്ച് മുന്നേറി പോകുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ധാരണ നമ്മൾ വിശ്വാസത്തിൽ അത്രത്തോളം വളർന്നതാണെന്നാണ്. അല്ലെങ്കിൽ ഇത്രയും കാലം കടന്നു പോകുന്നതനുസരിച്ച് ഞാൻ ഓരോ സമയവും വിശ്വാസത്തിൽ വളർന്നുണ്ടെന്നുള്ള മിഥ്യാധാരണ പലപ്പോഴും നമുക്കുണ്ട്. പക്ഷേ ഇടയ്ക്കെപ്പോഴും ഈ ഒരു വിശ്വാസത്തിൻ്റെ ആഴം പലപ്പോഴും പരിശോധിക്കുമ്പോഴും ആ ഒരു തിരിച്ചറിവിലേക്ക് കടന്നു ചെല്ലുമ്പോഴും നമ്മളെപ്പോഴും നിൽക്കുന്നത് ഈ ശിശുക്കളെ പോലെയാണ്, ദുർബലരും അല്ലെങ്കിൽ നിഷ്കളങ്കരുമായിട്ടാണ്. ഒരു ദൈവാശ്രയത്തിൽ അല്ലെങ്കിൽ ഒരു ആശ്രയത്വ ബോധത്തോടു കൂടി നിൻ്റെ മാതാപിതാക്കളെയും തൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും ആശ്രയിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള ധാരണയിൽ നിൽക്കുന്നവരാണ് ശിശുക്കൾ. പക്ഷേ അവർക്കും സ്വർഗരാജ്യത്തിലൊരു ഇടമുണ്ട്, അല്ലെങ്കിൽ അവരെ പോലെ ഉള്ളവരുടേതാണ് സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം നമ്മുടെയും ദൈവാശ്രയത്വ ബോധം എവിടെയാണെന്നുള്ള കാര്യം. ഈ ശിശുക്കളുടെ തന്നെ ജീവിതത്തിൽ മാതാപിതാക്കളും അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിലുള്ളവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരും. കാരണം ഏതൊരു സാഹചര്യത്തിലും ഏതൊരു ബുദ്ധിമുട്ടേറിയ ഒരു നിമിഷത്തിലാണെങ്കിൽ പോലും അപ്പനും അമ്മയുടെയും കൈ എത്രത്തോളം മുറുകെ പിടിക്കുമെന്നുള്ള കാര്യം നമുക്കറിയാം. ഏതൊരു കുഞ്ഞാണെങ്കിൽ പോലും അത്രത്തോളം ആശ്രയിച്ചായിരിക്കും ഓരോ നിമിഷവും ജീവിച്ച് മുന്നേറി പോകുന്നത്. ഒരു പക്ഷേ ഒരു ഏതെങ്കിലും ഒരു ഇടയിൽ ഒരു അപകടം നിറഞ്ഞ നിമിഷങ്ങളിലാണെങ്കിൽ പോലും ഒരു കുട്ടിയോട് അപ്പനോ അമ്മയോ പറയുകയാണ് നീ എടുത്ത് ചാടിക്കോളം പറയുകയാണെങ്കിൽ അവരെടുത്ത് ചാടും. കാരണം അവർക്കറിയാം എത്രത്തോളം തൻ്റെ അപ്പനും അമ്മയിലും അവർ ആശ്രയിക്കണം അല്ലെങ്കിൽ അവരിൽ വിശ്വസിക്കണം എന്നുള്ളൊരു കാര്യം. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ഈ ഒരു വിശ്വാസ ജീവിതത്തിൽ അത്രത്തോളം ആഴത്തിലുള്ള വിശ്വാസം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലും സ്വീകരിക്കണമെന്ന് പറയുമ്പോഴും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ താഴ്ചകളും പോരായ്മകളും അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള കുറച്ച് പോരായ്മകളൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഒരു ശിശുസഹജമായ ഒരു വിശ്വാസത്തിലല്ല നമ്മൾ പലപ്പോഴും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എത്രത്തോളം ഒരു ആശ്രയത്വം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കുന്നു എന്നുള്ള കാര്യം ഓരോ നിമിഷവും ഓർക്കണം. കാരണം കുട്ടികളെ സംബന്ധിച്ചോളം അവർ ജീവിതത്തിൽ അവർക്ക് ആശ്രയിക്കാൻ ഇവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളും മാത്രമേ ഉള്ളൂ. ഏതൊരു അപകടം എന്ന് പറഞ്ഞ നിമിഷം വന്നാലും അല്ലെങ്കിൽ
അവർക്ക് അവരേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ വരുന്നൊരു നിമിഷത്തിൽ അവർ പലപ്പോഴും ആശ്രയിക്കുന്നത് അവരുടെ മാതാപിതാക്കളെയും അവരുടെ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളെയാണ്. അത്രത്തോളം അവർ ആ ഒരു ആശ്രയത്വം അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം പലപ്പോഴും സമർപ്പിക്കും. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ അത്രമേൽ തമ്പുരാനിൽ ആശ്രയിക്കുന്നത് പറയുകയും ചെയ്യുമ്പോഴും പലപ്പോഴും ഒരു കുലുങ്ങുന്ന അല്ലെങ്കിൽ വെല്ലുവിളി നിറഞ്ഞ നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും ഈ പറഞ്ഞതുപോലെ ആ ഒരു വിശ്വാസത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ആശ്രയത്തിൽ നിന്ന് നമ്മൾ പലപ്പോഴും പുറകോട്ട് പോകാറുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. കാരണം ശിശുസഹജമായൊരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ പലപ്പോഴും അതൊരു വലിയ പോരായ്മയാണ്. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ എത്രത്തോളം എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നുള്ളൊരു കാര്യം. ഒപ്പം ഒരു സുവിശേഷത്തിലാണെങ്കിലും അതിൻ്റെ ആദ്യ ഭാഗത്തിൽ ശിശുക്കളെ ആരോ തമ്പുരാൻ്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൻ്റെ വേറൊരു പ്രേക്ഷിതത്വം എന്ന് പറയുന്നത് ഈ ശിശു സഹജമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് എത്തിക്കൊടുക്കാൻ അല്ലെങ്കിൽ എത്തിച്ചേർക്കാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ദൗത്യം അല്ലെങ്കിൽ ഒരു പ്രേക്ഷിതത്വമായിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് അതും സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ചുറ്റുമുള്ള ഓരോ വ്യക്തികളെയും വിശ്വാസത്തിൽ വളർത്താൻ മാത്രമല്ല, ആ ഒരു വിശ്വാസ രൂപീകരണത്തിൽ പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഓരോ വിശ്വാസത്തിനും അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഓരോ വ്യക്തികൾക്കും പലപ്പോഴും ഈ പറഞ്ഞതുപോലെ വിശ്വാസം നമ്മൾ പകർന്നു കൊടുക്കുക നമ്മുടെ ജീവിതം കൊണ്ട് മാതൃകയാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ അമ്മയെ പോലെ അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ ആഘോഷ തിരുനാൾ നമ്മൾ പറഞ്ഞതുപോലെ സ്വർഗം ലക്ഷ്യമാക്കി നമ്മൾ ഓരോരുത്തരും ജീവിക്കണം. അപ്പോഴേ ഉള്ളൂ സ്വർഗം നമ്മൾ ഓരോരുത്തരെയും സ്വന്തമാക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ ജീവിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ജീവിക്കുന്ന ഓരോ നാളും വിശ്വാസത്തിൽ എത്രത്തോളം അടിയുറച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യവും, ഒപ്പം ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ജീവിക്കുന്നതോടൊപ്പം തന്നെ മാതൃകാപരമായി എൻ്റെ ചുറ്റിലുമുള്ള ഓരോ വ്യക്തികളെയും തമ്പുരാനിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഓരോ നിമിഷവും ഓർക്കണം. കാരണം പലപ്പോഴും ഈ പറഞ്ഞതുപോലെ വിശ്വാസത്തിൽ ഞാൻ ജീവിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഒരു മാതൃകാപരമായിട്ട് നമ്മുടെ ചുറ്റിലുമുള്ള ഒരു വ്യക്തികൾക്ക് പോലും ആ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് വളരാൻ പറ്റാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതം പലപ്പോഴും പരിശോധിക്കേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ കൂടെയുള്ള ഓരോരുത്തരെയും വിശ്വാസത്തിൽ വളർത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ഈശോയിലേക്ക് ഓരോ ആൾക്കാരെയും ഞാൻ എടുത്തുയർത്തുന്നുണ്ടോ എന്നുള്ള കാര്യം ഓരോ നിമിഷം ഓർക്കുക. ഒപ്പം ശിശു സഹജമായൊരു വിശ്വാസം, ദൈവത്തിൽ അത്രത്തോളം വേറൊന്നിനെ പറ്റിയും ആകുലപ്പെടാതെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണോ എന്നുള്ള കാര്യം കൂടി നമ്മളെപ്പോഴും പരിശോധിക്കുക. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.